ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോൾഡ് സ്റ്റാർട്ടിംഗ് ഒക്കെ മാറിയിട്ടുണ്ട്. ഊബർ ഓൺ ആക്കട്ടെ. ഇന്നലെ നമ്മള് രാത്രി ഇറങ്ങിയിട്ട് 150 റുപ്യന്റെ ഓട്ടോ എടുത്തിട്ടുള്ളൂ. പക്ഷെങ്കില് വണ്ടി കയ്യില് പരിപാടി കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ഇനി ഒരു 2-3 ദിവസം കൂടി ഇവിടെ ഇടാലോ. പക്ഷെങ്കില് ഇന്നും നാളെയും പാടെ ഇടാം. ഞായറാഴ്ച എന്തായാലും ലീവ് ആയിരിക്കും. റിമ്മ് കഴുകിയില്ല. അപ്പൊ അതിന് കുറച്ച് ചളിയുണ്ട്. ബ്ലാക്ക് പെയിന്റ് അടിച്ചോണ്ടേ കൈകണ്ടീനും ഒന്നുകൂടി തിളങ്ങി നിന്നീന് ദൂരത്തുനിന്ന് കാണുമ്പോഴേ. അവിടെയും ബ്ലാക്ക്, കൂളിങ്ങും ബ്ലാക്ക്, കുഴപ്പമില്ലാത്തൊരു രസമുണ്ട്. ഊബർ ഓൺ ആക്കട്ടെ. സമയം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. എല്ലാ 9:45 സമയം. വേഗം ഊബർ ഓൺ ആക്കട്ടെ. എന്താണ് ഇന്നത്തെ അവസ്ഥ എന്താ അറിയാലോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോ കുറച്ച് കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് വരും. ഒരു 4 മണി സമയത്തൊക്കെ. ഊബർ വാലറ്റിൽ എന്തെങ്കിലും കൊടുക്കാൻ നോക്കട്ടെ. വാലറ്റിൽ 234 ഉണ്ട്. അത് നവംബർ 16 കൊടുത്താൽ മതി. ഇന്നിപ്പോ 14 റാപ്പിഡോ പാടെ ഓൺ ആക്കട്ടെ. റാപ്പിഡോയിൽ ഇന്നലെ 2 ട്രിപ്പ് ഓടിട്ടോ. രാത്രിയില് നമുക്ക് ഓണാക്കൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഒറ്റ ട്രിപ്പേ കിട്ടിയിട്ടുള്ളൂ. കുഴപ്പമില്ല, ഒന്ന് ഓണാക്കി നോക്കാം. അഥവാ ഇനി കിട്ടിയാലോ, അഥവാ ഇനി ബിരിയാണി കിട്ടിയാലോ അല്ലേ. അപ്പൊ ഇനി വണ്ടി കോൾഡ് സ്റ്റാർട്ടിംഗ് ഒക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഇനി ഓടിക്കണ്ട. ഇതുവഴി ഇങ്ങനെ പോയിട്ട് നമ്മളെ മുണ്ടമ്പാലെന്ന് കൊല്ലം കുടുംബങ്ങൾ കയറാം. അവിടുന്ന് ഇപ്പൊ ഇനി ട്രിപ്പ് ഓടിക്കോളൂ. വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ട്. 2 പുള്ളിയേ ഉള്ളൂ. ആ 2 പുള്ളിയിൽ ഇന്നലെ കുറച്ച് നമ്മൾ ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റ ട്രിപ്പേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് വീണ്ടും ഊബർ ഓഫ് ചെയ്യേണ്ടി വരും. 156 കിലോമീറ്റർ ആണ് CNG ഓടിയത്. അപ്പൊ ഒരു ട്രിപ്പ് അടിച്ചിട്ട് വല്ല CNG പമ്പിന്റെ അടുത്തേക്ക് എത്താന്നുണ്ടെങ്കിൽ വേഗം CNG അടിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സുബാന. ഇത് എവിടുന്ന എന്താ, കടത്തനാടൻ കളരി റോഡിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. എത്ര കിലോമീറ്റർ ഉണ്ടാവട്ടെ, 1.3 കിലോമീറ്റർ. ഇവിടെ ഇങ്ങനെ പോയിട്ട് നമ്മളെ താജുവിന്റെ അവിടെ നിന്നാട്ടോ. താജുവിന്റെ അവിടേക്ക് ലെഫ്റ്റ് കയറിയിട്ട് ഇവിടെ ഒരു ബംഗാളികളുടെ ഒരു കോട്ടയാണ്. ഈ റോഡാണ് താജുവിന്റെ അവിടെ പോവുക. അപ്പൊ ഇവിടുന്ന് നേരെ പോയിട്ട് അത് നമ്മളെ ഇൻഫോ പാർക്ക് കാണോ, സുബാന. നമുക്ക് ഇന്നലെ മിന്നാന്നൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇൻഫോ പാർക്ക്, ഫസ്റ്റ് ട്രിപ്പ്. അതാ തോന്നുന്നുണ്ട്. അത് ഇതേപോലെയാണ്. താജുവിന്റെ അവിടെ നിന്ന് നേരെ സ്ട്രൈറ്റ് മേലെ കയറിയിട്ട് അവിടുന്ന് ആയിരുന്നു പിക്കപ്പ് ഉണ്ടായിരുന്നത്. ചിലപ്പോ അതന്നെ ആയിരിക്കും. എന്തായാലും അതാണ് ഡ്രോപ്പ് ചെയ്യട്ടെ. എന്നിട്ട് കാക്കനാട് പോയിട്ട് CNG അടിക്കേണ്ടി വരും. അത് മറ്റേ ട്രിപ്പ് അല്ല തോന്നുന്നു കേട്ടോ. അത് ഈ ഒരു ഫ്ലാറ്റിൽ നിന്നായിരുന്നു നാളെ പിക്കപ്പ് ഉണ്ടായിരുന്നത്. ഇതൊരു 250 മീറ്ററും കൂടി സ്ട്രൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോ വേറെ ആളാണ്. അപ്പൊ നമ്മള് ആ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്തിട്ടോ. അത് നമ്മളെ ആ കസ്റ്റമർ തന്നെയാണ്. 154 രൂപയുടെ ട്രിപ്പായിരുന്നു. അപ്പോ അത് ഞാൻ ആദ്യം പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ പിക്ക് ചെയ്തത്, അവിടുന്ന് വേറെ നാളൊരു ചേച്ചിനെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഓർമ്മയില് പിന്നെ ഒന്നുകൂടി ഫ്രണ്ടിക്ക് പോയപ്പോഴാണ് സ്ഥലങ്ങള് കണ്ട പോലെ. അപ്പൊ അവിടെ പെണ്ണ് നിൽക്കുന്നുണ്ടായിരുന്നു നാള് വരെ. അപ്പൊ ഇന്നിങ്ങനെ സംസാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പൊ ആള് കോഴിക്കോടുള്ളതാ. അപ്പൊ ഇങ്ങനെ കുറച്ച് സംസാരിച്ചൊക്കെ ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഗൂഗിൾ പേന്റെ QR കോഡ് എടുക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞു, ഈ മുഹമ്മദ് ഷാഹിർ അല്ലേ? അപ്പൊ അതിൽ ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ. അതന്നെയാണ് എനിക്ക് പേയ്മെന്റ് ഇട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ക്യാബ് തന്നെ 2 വട്ടം കിട്ടണേ പറഞ്ഞു. നമ്മളങ്ങനെ കുറെ ആൾക്കാർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലാവും. ഇവിടെ ഇതിന്റെ ബാക്ക് എൻട്രി ഉണ്ടല്ലോ, ഈ ഭാഗം ഇവിടെ നാളെ ദുൽഖറിന്റെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് അറിഞ്ഞീനോ ചോദിച്ച്. അപ്പൊ അതൊന്നും അറിഞ്ഞിട്ടില്ല. ഈ ഒരു ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ബിൽഡിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരെ ഇവിടെ സിനിമ ഷൂട്ട് ഉണ്ടായിട്ട് നടന്നിട്ടില്ല. അതും ദുൽഖർ സൽമാന്റെ. അതെന്താന്നോ, ഈ ശനി ഞായറൊക്കെ വർക്ക് ഇല്ലാത്തതാണ് ഷൂട്ട് വെച്ചിക്കണേ. അങ്ങനെ നമ്മള് ആ ട്രിപ്പ് കഴിഞ്ഞു ഇൻഫോ പാർക്കത്തെ. പോരുന്ന വഴിക്ക് നമുക്ക് റാപ്പിഡോയില് ട്രിപ്പ് അടിച്ചേന്. അപ്പൊ അത് ഇങ്ങോട്ട് എത്താൻ വീണ്ടും ഒരു 1.5-2 കിലോമീറ്റർ ഉണ്ടായിരുന്നു പിക്ക് ചെയ്യാന്. അപ്പൊ റാപ്പിഡോയില് വന്നത് എത്ര, 500 മീറ്ററോ 300 മീറ്റർ എന്തോ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇങ്ങോട്ടൊക്കെ കേറിയിട്ട് പിന്നെ എന്താന്നോ, ഇവിടൊക്കെ മെട്രോന്റെ പണിയുണ്ടോ. ട്രിപ്പ് 1 കിലോമീറ്റർ കേട്ടോ ഡ്രോപ്പ് കാക്കനാടേക്ക്. 300 മീറ്റർ പിക്കപ്പ്. എനിക്ക് തോന്നുന്നു ഇൻഫോ പാർക്ക് തന്നെ കിട്ടിയില്ല. അത് പോയി. അതെന്താന്നോ, അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. മാച്ചുകളൊക്കെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പൊ റാപ്പിഡോ അതുകൊണ്ട് ഞാൻ എടുത്തില്ല. കാരണം ഇവിടെ മെട്രോന്റെ പണികളായതുകൊണ്ട് ഇപ്പോ സാധാരണ നമുക്ക് യൂട്ടേൺ തിരിയുന്നിടത്തൊന്നും തിരിയാൻ പറ്റൂല. ചിലതൊക്കെ ക്ലോസ് ചെയ്തിക്കണം. അപ്പൊ കുറെ പോകേണ്ടി വരും. അപ്പൊ ഇതിൽ കാണിക്കണില്ലാതെ ദൂരം പിന്നെയും കൂടും. ഇപ്പൊ കണ്ടോ, ഇവിടെ മെട്രോ പണി നടക്കണേ. അപ്പൊ നമുക്ക് സ്ട്രൈറ്റാ പോകേണ്ടിരുന്നത് ലെഫ്റ്റ് കൂടി. അത് പറ്റൂല. അപ്പൊ ഇനിയിപ്പോ ഇതിൽ കൂടി പോകേണ്ടി വരും. ഏതായാലും നമുക്ക് ആംബുലൻസിന്റെ അവിടെ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് നിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കൊണ്ടോ, റൂമിൽ തന്നെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ രാത്രി പുട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി ഉണ്ടായിരുന്നു, പുട്ടും ബീഫും മിക്സ്. അപ്പൊ അത് കഴിച്ച്. അപ്പൊ ഇനി ഇവിടുന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചാല് അവിടെ ചായ കുടിക്കാനുള്ള സമയം മാത്രം വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പോകണം. കാരണം കുറച്ച് ദിവസമായിട്ട് ആംബുലൻസിന് അവിടെ നിന്നിട്ട് ട്രിപ്പ് ഒന്നും അടിക്കണില്ല. അവിടെ നമ്മൾ നേരെ കാക്കനാട് ആ ഭാഗത്തേക്ക് എവിടേക്കൊക്കെ പോകേണ്ടി വരും. ജസ്റ്റ് ഒന്ന് ചായ കുടിക്കുക, പോവാ. നമുക്ക് ഊബറിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. റാപ്പിഡോയിൽ ഇതൊരു ട്രിപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 1.8 കിലോമീറ്റർ പിക്കപ്പും 4.2 കിലോമീറ്റർ ഡ്രോപ്പും.
അത് പോയി. അതിന് മുമ്പ് ഞാൻ ഊബറിൽ ട്രിപ്പ് എടുത്തിട്ടുണ്ട് ഒരു രാജ. അത് 2 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. എന്താന്നോ ഈ ഭാഗത്തേക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ അവിടെ വണ്ടികള് നിക്കല് കുറവാ, ഊബർ വണ്ടികള്. അതുകൊണ്ടാണ് അവിടേക്ക് ദൂരം കൂടുന്നത്. അല്ലോ ചേച്ചി എന്താ വരവ്. അപ്പോ അതുകൊണ്ട് അവിടേക്ക് ഇവിടുന്നുള്ള പിക്കപ്പിനൊക്കെ കുറച്ച് ദൂരം കൂടും. അപ്പോ നമ്മുടെ വൈറ്റിലേക്ക് ഷോർട്ട് കട്ട് ചാടുന്ന റോഡിന്നാട്ടോ പിക്കപ്പ് ഉള്ളത്. അപ്പൊ അവിടെ പോയിട്ട് പിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇൻഫോ പാർക്കൊക്കെ തന്നെയാണ് ഡ്രോപ്പ് ഉള്ളത്. അതാണ് ഒരു പ്രശ്നമായത്. CNG പമ്പിന്റെ അടുത്തേക്കല്ല, നമ്മളെ CNG കഴിയാനായിക്കണല്ലോ, വാണിംഗ് എത്തിക്കണം ഇങ്ങോട്ട് പോന്നപ്പോ. അത് ഞാൻ മറന്നു. അപ്പൊ ഏതായാലും ഇതുമാടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഊബർ ഓഫ് ചെയ്തിട്ട് കാക്കനാട് പോയിട്ട് CNG അടിക്കേണ്ടി വരും. എന്നിട്ട് അവിടുന്ന് ചായ കുടിക്കാം. അല്ലേ അങ്ങനെ നമ്മൾ ആ ട്രിപ്പും ക്ലോസ് ചെയ്തിട്ടോ. ഈ ഒരു ചേട്ടനായിരുന്നു. അപ്പോ 190 ക്യാഷ് കളക്ട് ഉണ്ടായിരുന്നത്, 200 ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് 10 രൂപ ടിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ ആളതാണ് 227. ഇത് പെട്ടത് 200 രൂപ. അപ്പൊ അതിൽ നമുക്ക് ടോട്ടൽ ഇപ്പൊ 289. ഇതിന് 134 രൂപയാണ് കിട്ടിയത്. ഇതേ 5.19 കിലോമീറ്റർ അല്ലേ. ഇതില് 2 കിലോമീറ്ററും പാടെ ഉണ്ടായിരുന്നു. നമുക്ക് കുറഞ്ഞു കിട്ടി. കാരണം ഇൻഫോ പാർക്ക് വഴി പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കട്ട് ആയിരുന്നു. അപ്പൊ അത് നമുക്ക് എന്തായാലും ലാഭമായിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമ്മളെ കാർണിവലിലാണ് ഇപ്പൊ നിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഇതിന്റെ അകത്ത് എങ്ങനെ വഴികൾ എനിക്ക് കറക്റ്റ് അറിയില്ല. ഇൻഫോ പാർക്കത്തെ മറ്റോടത്തത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയും, ഇവിടെ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അതുകൊണ്ട് ഇതിൽ കൂടെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞൊക്കെ ഇങ്ങനെ പോണം. ഇവിടേക്ക് എപ്പോഴേലൊക്കെ നമുക്ക് ട്രിപ്പ് അടിക്കലുള്ളൂ. ഇനിയിപ്പോ ട്രിപ്പ് അടിച്ചാൽ തന്നെ കാർണിവലിന്റെ അകത്തേക്ക് വല്ലാണ്ട് കയറലില്ല വണ്ടികള്, പുറത്ത് നിർത്താൻ പറയലാണ് കസ്റ്റമർ. അപ്പൊ ഇന്നിപ്പോ അകത്ത് കയറിന്റെ ഇവിടെ എന്തൊക്കെ ബുക്കുകൾ എന്തൊക്കെ വിൽക്കുന്നുണ്ട്, അവിടെയും ബ്ലോക്ക് ആക്കിക്കണു. അപ്പൊ ഇനിയിപ്പോ ഈ കൂടിയാണ് ഇത് പുറത്തേക്ക് ഇറങ്ങാ. അവിടെ തര വഴി. അപ്പൊ ഇനി നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ്ടോ മൊത്തത്തില് വാണിങ് കത്തി കിടക്കാണ്. അപ്പൊ ഇനി നേരെ ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് പോന്നപ്പോ തന്നെ നമ്മളെ ഏകദേശം എക്സ്പ്രസ് വേന്റെ അടച്ചപ്പോ നമ്മൾ ഊബർ ഓഫ് ചെയ്ത്. അപ്പൊ ഇനി നേരെ CNG പമ്പിലേക്ക് വിടാം. അവിടുന്ന് CNG അടിക്കുക, ചായ കുടിക്കുക, ബാക്കി പരിപാടികളൊക്കെ. എന്നിട്ട് ഊബർ ഓൺ ആക്കാം. റാപ്പിഡോ യാത്ര ഓണാണ്. അത് നമുക്ക് നോക്കിയിട്ട് കാക്കനാട് ഭാഗത്തേക്കുള്ളതൊക്കെ എടുത്തിട്ട് പോവാം. എന്തായാലും കിട്ടാൻ ചാൻസ് കുറവാണ്. എന്തായാലും പോയോക്കട്ടെ. CNG പമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പടമകള്. CNG ഒക്കെ ഉണ്ട്, പക്ഷെങ്കില് നല്ല വരിയുണ്ട്. ഇപ്പൊ റോട്ടിക്ക് എത്തിക്കണം കേട്ടോ. നമ്മളാ ലാസ്റ്റ് വണ്ടി. ഇതെന്താ CNG എടുക്കാനാ? അപ്പൊ ഞാൻ ഇതിൽ കൂടി ഇങ്ങനെ കയറി പോകാൻ നിൽക്കാനെ. അപ്പോഴുണ്ട് ഇവിടെ ടാക്സിന്റെ ലൈൻ നടക്കണേ. അപ്പൊ ഇപ്പോഴൊന്നും ഊബർ ഓൺ ആക്കിയാലും നടക്കൂല. 10:49 ഇവിടെ എത്തി. നാളെ ഇവിടുന്നാണ് ഉബൈദ് വന്നീനെ. നമ്മളെ ഇത് CNG ചലഞ്ച് ഒക്കെ ആയിട്ട് കൊടുക്കുമല്ലോ, CNG അടിച്ചു കൊടുക്കണേ. ഓൻ ഇന്നുണ്ടോന്നാവോ? ഇന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓനെ കൊണ്ട് CNG എടുപ്പിക്കായി. നമ്മള് 3-4 അക്കൗണ്ട് ഓനെ ഫോളോ ചെയ്ത് വെച്ചിരിക്കണേ. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലേ. ഇതടിക്കണ റാപ്പിഡോ 800 മീറ്റർ പിക്കപ്പ്. നമ്മളെ എവിടുന്നാണിത്? മുതുരം പുത്തൻകുരിശിക്കാണ്. എത്ര 200 എത്ര ഉണ്ടായിരുന്നേ. അത് പോയി. എന്തായാലും അവിടെ നിന്ന് പോയാലേ അവിടേക്ക് എന്തായാലും CNG ഇല്ല. ബ്ലോക്ക് ഇല്ലാണ്ട് പോവാ. പെട്രോളിൽ പോയാലും കുഴപ്പമൊന്നുമില്ല. ശരി, അവിടെ നിന്ന് ഇങ്ങോട്ട് പോരണ്ടേ. അപ്പൊ ഇനി CNG അടിക്കട്ടെ. അതുവരെ ഓഫ്. റാപ്പിഡോ യാത്രയൊക്കെ ഓഫ് ചെയ്യാം. രാവിലെ ഇറങ്ങുമ്പോ തന്നെ വേഗം വന്ന് CNG അടിക്കണം, എന്നാലേ കാര്യം നടക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ട്രിപ്പുള്ള സമയത്ത് ഇനിയിപ്പോ ഓഫ് ചെയ്യണം. ഊബർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രിപ്പ് തരൂല. ഊബർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ട്രിപ്പ് അടിച്ച് കിട്ടണം, പിന്നെ കുഴപ്പമില്ല. അതുവരെ പോസ്റ്റ് ആക്കണം ഊബർ ഓഫ് ചെയ്താല്. അപ്പോ CNG ഇറങ്ങുമ്പോ തന്നെ അടിക്കണം. അതെന്താന്നോ, അടിക്കുമ്പോ നമ്മള് ഓണാക്കിയിട്ട് അവിടെ നിന്ന് കാല് പോരണല്ലോ. അപ്പൊ അവിടുന്ന് നമുക്ക് ഫസ്റ്റ് അപ്പൊ തന്നെ ട്രിപ്പ് അടിച്ചു. അങ്ങനെ പോയി. ഇപ്പൊ ഫുള്ളായിട്ട് കഴിഞ്ഞപ്പോ ഓഫ് ചെയ്ത്. ഇനിയിപ്പോ എന്തായാലും ചായ എടുക്കാനുള്ള സമയം ഉണ്ടാവും. അവിടെ ചായക്കട ഉണ്ട്, അവിടുന്ന് പോയിട്ട് ചായയൊക്കെ കുടിക്കാം. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ട്രിപ്പ് അടിക്കുള്ളൂ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ രാത്രി അടിച്ചിട്ട് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടിടുമ്പോ എന്താന്ന്, രാത്രി പിന്നെ ഫുള്ള് കട്ടയിൽ അവിടെ കൊണ്ടിട്ടാൽ ഇനി ഓക്കെ ചില പമ്പെന്ന് ഇറങ്ങുമ്പോ തന്നെ ഒരു കട്ട പോകും. അപ്പൊ അങ്ങനെ ഒരു കട്ട പോയിട്ട് ആ ഒരു കട്ടയിൽ കുറച്ച് പോയിട്ട് നമ്മളെ റൂമിൽ കൊണ്ടിട്ടാലും നാളെ രാവിലെ നീക്കുമ്പോ 2 കട്ട പോയിട്ടാവും. പിന്നെയും പോകും ഒരു കട്ട. അതാണ് പ്രശ്നം. ഫുള്ളായിട്ട് കിടക്കുമ്പോഴേ കുറച്ചൊക്കെ അതിന് പോകും. ഇനി ഏകദേശം ഒരു പകുതിയിലെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതായിട്ടുണ്ടാവും, പകുതിയിലുണ്ടാവും. മറ്റേ ഫുള്ളായിട്ട് കിടക്കണോണ്ട് എന്താ അറിയില്ല. എന്തായാലും ഇപ്പൊ ഇനി അടിക്കട്ടെ. അടിച്ചിട്ട് ചായ കുടിച്ചിട്ട് തുടങ്ങാം. അപ്പൊ നമ്മളെ CNG അടിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ. 158 കിലോമീറ്ററാണ് ടോട്ടൽ ഇപ്പൊ ഏലം ഓടിയത്. അത് 0 ആക്കിയിട്ടുണ്ട്. 233 രൂപയായി CNGക്ക്. അത്യാവശ്യം എമൗണ്ട് അതിന്റെ. CNG മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇനി ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഒരു ചായക്കട ഉണ്ട്, അവിടെ പോയിട്ട് ഒരു ചായ അടിക്കട്ടെ. സമയം 4 മണിയായിട്ടോ. 3:54 കൂടുതലൊന്നും ഓടിയിട്ടില്ല. 706 റുപ്യക്ക് ഓടിയിട്ടുള്ളൂ 5 ട്രിപ്പ്. വേറെ ആപ്ലിക്കേഷനിലൊന്നും ഓടിയില്ല. അതെന്ത് സംഭവം ചോദിച്ചാല്, നമ്മള് 10:19 CNG അടിക്കണതിന്റെ മുമ്പത്തെ ട്രിപ്പ് 10:19 അത് കഴിഞ്ഞിട്ട് പിന്നെ 2:21 നമ്മള് ട്രിപ്പ് എടുക്കണത്. നമ്മളെ താജുവിന്റെ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊടുക്കാനായിട്ട്
അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ആയിട്ട് പോകാണ്ടായിരുന്നു. അവന് വർക്ക്ഷോപ്പാളൊന്നും അറിയില്ല. അപ്പൊ 2-3 വർക്ക്ഷോപ്പിൽ പോയി. ആദ്യൊരു വർക്ക്ഷോപ്പിൽ പോയി ഇവിടെ പടമുകളിലുള്ള. അപ്പോ അവിടെ പോയപ്പോ അവർക്ക് കംപ്ലൈന്റ് കണ്ടെത്താൻ പറ്റുന്നില്ല ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിച്ചിട്ട്. അപ്പൊ കഴിഞ്ഞപ്പോ വേറൊരു ഷോറൂം, വേറെ കട ഉണ്ട് പറഞ്ഞു. അപ്പൊ അവിടെ പോയി നമ്മളെ പൈപ്പിലെ റോട്ടുമേ ഹംസാസ് നെയ്ച്ചോറുണ്ടല്ലോ, അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ പോയപ്പോ കംപ്ലൈന്റുകൾ ആദ്യം ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു, ആള് സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വീലിന്റെ ബ്രേക്ക് പാഡിന്റെ അവിടെ എന്തൊക്കെ ക്ലീൻ ചെയ്തിട്ടു, റെഡി ആയില്ല. പിന്നെ അപ്പുറത്തും പാട് ചെയ്തപ്പോ ഇപ്പൊ സൗണ്ട് ഇല്ല, റെഡി ആയിക്കോന്ന് തോന്നണേ. ഇപ്പൊ നമ്മളെ വണ്ടിക്ക് ഉണ്ട് കുറെ കംപ്ലൈന്റുകൾ. നമ്മളെ വണ്ടിക്ക് ഇപ്പൊ ഷോറൂമിൽ നിന്ന് അവര് പറഞ്ഞത് ക്ലച്ച് ടൈറ്റ് ഉണ്ട്, അതിനൊരു 8000 റുപ്യ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോറൂമില്. പിന്നെ നമ്മളെ ഒരു സൗണ്ട് ഉണ്ടല്ലോ ബ്രേക്ക് പിടിക്കുമ്പോ, ആ സൗണ്ട് ഉണ്ട്. പിന്നെ ടയറിന്റെ ആ ബോൾട്ട് ഇടാൻ എത്ര 200 രൂപ ഉള്ളു. നമ്മൾ ഇന്ന് വർക്ക്ഷോപ്പിൽ പോയപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 ടയറിന്റെയും മാറണത്. പിന്നെ എന്താ വെച്ചാല് പിന്നെ വരുവില്ല. അത് എന്തോ എന്തിന്റെ ഉള്ളിലൊക്കെ പൊടി കയറിയിട്ടാണെന്നാ പറഞ്ഞത് ഷോറൂമത്തെ ആൾക്കാര്. അപ്പൊ അതും ചെയ്യണം, അതിന് ചെറിയ പൈസ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ബ്രേക്ക് പിടിക്കുമ്പോൾ ഈ സൗണ്ട് കാരണം ഡിസ്കിന് സ്ക്രാച്ച് വന്നിക്കണമെന്നാ പറഞ്ഞത്. ആ കാരണം തന്നെ തോന്നുന്നുണ്ട്, സ്ക്രാച്ച് എന്തായാലും ഉണ്ട്. അപ്പൊ പോളിഷ് ചെയ്യാൻ 1500 ആവുന്ന പറഞ്ഞത് ഷോറൂമിൽ കേട്ടോ. ഞാൻ അതല്ല പോളിഷ് ചെയ്തിട്ട് മാറണില്ല എന്നുണ്ടെങ്കിൽ മാറേണ്ടി വരും. അപ്പൊ 3000 റുപ്യ ആവുന്ന പറഞ്ഞു. അങ്ങനെ ടോട്ടല് 14-17 റുപ്യാന്റെ പണിയുണ്ട് ഈ ക്ലച്ച് അടക്കം. ക്ലച്ചിന് ഒറ്റയടിക്ക് 8 റുപ്യാന്റെ ബില്ല് വരും. അപ്പോ ഇങ്ങനത്തെ പണികളൊക്കെ വർക്ക്ഷോപ്പിൽ നിന്ന് ചെയ്യണം. അപ്പൊ അത് ഏതായാലും ഈ മാസം അവസാനമൊക്കെ ആയിട്ട് ചെയ്യണം എന്ന് കരുതുന്നുണ്ട്. ഇതാണ് നമ്മൾ ഓടിയത് ലാസ്റ്റ് 10-19 നമ്മൾ CNG അടിക്കണതിന് മുമ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2:21 ട്രിപ്പ് അടിച്ചു. ഇവിടുന്ന് മുതലേ മൈക്കയിൽ വോയിസ് റെക്കോർഡ് ആയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഫോണിന് നമ്മൾ മൈക്കൊക്കെയാണ് കംപ്ലൈൻറ്റ് എഴുതിയത്. അപ്പോൾ ഈ ഫോണിൻ്റെ ചാർജിങ് പോയിന്റ് ഉണ്ടല്ലോ, ആ പിന്നിന് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു. CC എന്നാണ് ആ പിന്നിന് പറയുക. അപ്പോൾ അത് കാരണം അതിൻ്റെ റിസീവർ ജസ്റ്റ് ഒന്ന് ഇളകിയപ്പോൾ ആ മൈക്ക് ഡിസ്കണക്ട് ആയി. അപ്പോൾ ഇവിടെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, ബാക്കി ട്രിപ്പ് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു 4-5 മിനിറ്റോളം എനിക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യം വന്ന് ഈ ഫോൺ കാരണം. നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് മോഡ് അടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഷെയറിൽ 700 മീറ്റർ ഉള്ള പിക്കപ്പ്. അപ്പോ റാപ്പിഡോ ആണ്, പാലാരിവട്ടത്തേക്കാണ്. അത് ഞാൻ എടുത്തു കഴിഞ്ഞ് വണ്ടിയില്ല തോന്നി. അപ്പൊ നോക്കുമ്പോ അത് അക്സെപ്റ്റ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ആ പൈപ്പിലെ റോഡ് വഴിയണ്ടേ പാലാരിവട്ടത്തേക്ക് പോവാം. പാലാരിവട്ടം എവിടെ ഡ്രോപ്പ് കറക്റ്റ് അറിയില്ല, ഒരു 3 പോയിന്റ് ഇത്ര ഉണ്ട് ഡ്രോപ്പ് ചെയ്യാൻ. ഇതിന് നമുക്കൊരു യാത്രയും പാട് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇടച്ചിറക്ക്. അത് ഞാനിങ്ങനെ ലൊക്കേഷൻ ഒക്കെ നോക്കി ക്ലിക്ക് ചെയ്തു, പക്ഷെ കിട്ടിയില്ല, ടൈം ഡിലേ ആയതുകൊണ്ട്. അപ്പൊ ഏതായാലും ഇപ്പൊ ഞാൻ ഷെയർലിനെ പോയി പിക്കട്ടെ. അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്തിട്ടോ. നമ്മുടെ പൈപ്പിലെ റോട്ടുമ്മയാണ്, പാലാരിവട്ടത്ത് നിന്ന് ജസ്റ്റ് പൈപ്പിലെ റോഡ് കയറിയിട്ടുള്ളൂ. അവിടെയാണ് നമ്മൾ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ റീചാർജ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യണ 81 രൂപയുടെ റീചാർജ് ചെയ്യട്ടെ. UPI ഗൂഗിൾ പേ. ഓക്കെ, അപ്പൊ റീചാർജ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി റാപ്പിഡോയില് 1000 രൂപ ഏൺ ചെയ്യാനുള്ള റീചാർജ് ചെയ്തിട്ടുണ്ട്. ഇനി ട്രിപ്പ് അടിക്കട്ടെ. യാത്രി റാപ്പിഡോ മാത്രം, ഊബർ ഓഫ്ലൈൻ. ഇപ്പൊ റാപ്പിഡോയില് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ട്രിപ്പാണ് അത് അടിക്കണേ. ആദ്യം ഒന്ന് എക്സ്പ്രസ് വേക്ക് ഒന്ന് അടിച്ചു കാക്കനാട്ക്ക്, അത് എടുക്കാൻ ലേറ്റ് ആയി. പിന്നെ ഇപ്പൊ ഒന്ന് അടിച്ചിട്ടുണ്ട് തൈക്കോടത്തേക്ക്. കോൾ ചെയ്തിട്ട് എടുക്കണില്ല. ഞാനൊരു 6 മിനിറ്റ് ഒന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് ഇവിടുന്ന് ഒരു 6 മിനിറ്റ് കാണിക്കുന്നുണ്ട്, നമ്മളെ 4 മിനിറ്റ് കാണിക്കുന്നുണ്ട്. നമ്മളിവിടെ നമ്മളെ പുതിയ തുണിക്കട തുടങ്ങിയിട്ടുണ്ടല്ലോ ഇവിടെ, ജയലക്ഷ്മി, പാലാരിവട്ടത്തുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചുറ്റി പോണം. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനെ പോയാല് ഇവിടുന്ന് ഇങ്ങനെ യൂട്ടേൺ അടിച്ചിട്ട് വീണ്ടും യൂട്ടേൺ അടിച്ചെത്തും. അതായിരിക്കും അടുത്തെന്ന് എനിക്ക് തോന്നണേ. എന്തായാലും അങ്ങോട്ട് ചെന്നോക്കട്ടെ. ഞാൻ ബാക്കിലായിട്ട് ഇരിക്കുന്നത്. ബാക്കിലാണ് ഇപ്പൊ ഇരിക്കല്. ബാക്കിലാകുമ്പോ എന്താ കാല് നീട്ടി ഇങ്ങനെ ഇരിക്കാം. മറ്റേത് നമ്മള് ആ ഡ്രൈവ് ചെയ്യണ പോലെ തന്നെ ഇങ്ങനെ ഇരിക്കല്ലോ അവിടെ ഡ്രൈവിംഗ് സീറ്റില്. ചിലപ്പോ അത് ക്യാൻസൽ ആവും. ഇപ്പൊ ഒരു 5-6 മിനിറ്റ് ആയി ഇത് ട്രിപ്പ് അടിച്ചിട്ട്. എന്തായാലും പോയോക്കട്ടെ. ഇപ്പൊ യാത്രയിലൊരു ട്രിപ്പ് അടിച്ചിട്ടോ 150 രൂപക്ക്. അതും വൈറ്റിലൊക്കെയാണ് അടിച്ചത്. ഇത് തൈക്കുടത്തേക്കാണ് ഇപ്പൊ പോണത്, ജയലക്ഷ്മിന്ന് പിക്ക് ചെയ്യണത്. എന്തായാലും ചെന്നോക്കട്ടെ. ഇതുവരെ ക്യാൻസൽ ആയിട്ടില്ല. ചിലപ്പോ ബ്ലോക്ക് ഉണ്ടോ എന്താ അറിയില്ല. കുറെ നേരമായി, ഇപ്പൊ 1 മണിക്കൂറോളം ആയി നമ്മളിപ്പോ അവിടെ കിടക്കുന്നു. ഇപ്പോഴാണ് ട്രിപ്പ് അടിച്ചത്. ട്രിപ്പ് അടിച്ചപ്പോ റാപ്പിഡോയില് 2 ട്രിപ്പ് അടിച്ചു, യാത്രയിൽ ഇപ്പൊ ഒരു ട്രിപ്പ് അടിച്ച്. നല്ല ബ്ലോക്ക് കൂടിയിട്ടാണ് എന്തോന്ന് അറിയില്ല. ചെന്നോക്കട്ടെ. അപ്പൊ നമ്മളെ റാപ്പിഡോന്റെ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ചേച്ചിയായിരുന്നു ട്രിപ്പിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴേ ഇവിടെ ഏതോ ഒരു BMW കിടക്കുന്നുണ്ട്. ഇതാണോ ഇവിടെ നല്ല ഫോട്ടോഷൂട്ട് നടക്കുന്നത്. ആരുതാ, നല്ല സെലിബ്രിറ്റിന്റെ ആരുതാണാവോ. നല്ല അടിപൊളി ഒരു BMW. അപ്പോ ഇവിടുന്ന് പുറത്തിറങ്ങട്ടെ. സെക്യൂരിറ്റിക്കാരൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനേ വണ്ടി ഇവിടെ ജിയോന്റെ പമ്പിലൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ട്. ഞാൻ കരുതി ബ്ലോക്ക് ഒക്കെ മാറിയിട്ടുണ്ടാവുന്നു. എവിടെ നല്ല ബ്ലോക്ക്. ഇങ്ങോട്ട് പോകുന്നത് 164 രൂപയുടെ ട്രിപ്പാ. അത് 21 മിനിറ്റ് എടുത്തോ. ഏകദേശം അരമണിക്കൂറോളം എടുത്ത്. പെർ കിലോമീറ്റർ 30 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
കുഴപ്പമില്ല, റേറ്റ് ഒന്നും കുഴപ്പമില്ല. 5.39 കിലോമീറ്റർ ഡ്രോപ്പ്. പക്ഷേ സമയം കുറെ എടുത്ത്. ആ വൈറ്റിലെ ഫ്ലൈ ഓവർ ഒക്കെ ഇറങ്ങിയിട്ട് അതിന്റെ മുമ്പേ ഉണ്ട്. നമ്മളെ ഈ വൈറ്റിലന്റെ ഹൈവേ ഫുള്ള് ബ്ലോക്കാണ്, തിരക്കാണ്. ഞാൻ കരുതി ബ്ലോക്ക് ഒക്കെ മാറിണ്ടാവും, കുറെ നേരമായല്ലോ ഊബർ ഓടാ അങ്ങനെ നിന്നിട്ട്. ഊബറാണ് ഓൺ ആക്കിക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടല് നിർബന്ധമാവും. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഓടാം. നല്ല ട്രിപ്പ് നോക്കിയിട്ട് മാത്രമേ ഇനി എടുക്കണോടെ, എല്ലായിടത്തും ബ്ലോക്കാ. 6:43 ഒരു 8 മണിയൊക്കെ ആകുമ്പോ ഊബർ ഓൺ ആക്കി നോക്കാം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടേ ചിലപ്പോ 10 മണി ആയാലും ബ്ലോക്ക് കഴിയൂല. എല്ലാരും നാട്ടുപോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ശനി ഞായർ ലീവ് അല്ലേ, എൻജോയ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഇറങ്ങും പുറത്തു കൂടി. ഇപ്പളേ സമയം 8:13 ആയിട്ടുണ്ട് കേട്ടോ. നമ്മള് ഊബർ ഒന്ന് ഓണാക്കി നോക്കട്ടെ. ഞാന് മാപ്പിൽ നോക്കുമ്പോ ബ്ലോക്കിന് വലിയ കുറവൊന്നുമില്ല. പക്ഷെങ്കില് റാപ്പിഡോയില് യാത്ര ചെയ്തൊരു ട്രിപ്പ് ഒന്നും അടിക്കണില്ല. അപ്പൊ പിന്നെ ഊബർ പാടെ ഓണാക്കിയിട്ടുണ്ട്. ഒന്ന് ഇറങ്ങി നോക്കട്ടെ ടൗണിൽ എന്താ അവസ്ഥ. മാപ്പിൽ കാണുന്ന പോലെ ആക്കണ്ടല്ലോ, ചിലപ്പോ ബ്ലോക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലോ. എന്തായാലും ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മളെ അവിടെ ഫ്രണ്ട് തന്നെ ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോ അതിലങ്ങനെ പോയതാണ്, വെറുതെ ട്രിപ്പ് അടിക്കേണ്ടത് നോക്കാൻ വേണ്ടി. നമ്മള് തൈക്കുടം മെട്രോ സ്റ്റേഷന്റെ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ അവിടെ ഒരു ലുക്ക എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സെലൂൺ എന്തോ ഉണ്ട്, ലുക്സ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ ആയിരുന്നു ഇതുവരെ പാർക്ക് ചെയ്തേനെ. അപ്പൊ ഇനി ഏതായാലും ഒന്ന് ടൗണിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ, വൈറ്റിലൊന്ന് പോയി നോക്കാം. ഇവിടുന്ന് ഏതായാലും ട്രിപ്പ് അടിക്കുമോ എന്ന് അറിയില്ല. ഇവിടെ ഒരു വേഗനർ ഇതാ കിടക്കണം. നമുക്ക് എന്തായാലും ഹബിന്റെ അടുത്തൊന്ന് പോയിട്ട് ഏകദേശം ജംഗ്ഷന്റെ അവിടെ പോയിട്ട് അവിടെ പോയി നിക്കാം. നമുക്കിപ്പോ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ, റാപ്പിഡോയിലാണ് അടിച്ചത്. മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കലി മെസ്സേജ്, ഓട്ടോമാറ്റിക് അല്ല, നമ്മളോട് മെസ്സേജ് അയക്കട്ടെ ചോദിക്കും. അപ്പൊ നമ്മൾ എസ് അടിച്ചാൽ ഇത് പോകും. അപ്പൊ ആള് ഓക്കെ എന്നുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്താ ശ്രീനിധി എന്നോ അങ്ങനെ എന്തോ കസ്റ്റമറുടെ പേര്. റാപ്പിഡോയിലോട്ട് അടിച്ച്. അപ്പൊ ഇത്രയും നേരം നമ്മൾ റാപ്പിഡോ ഓൺ ആക്കിന്. പക്ഷെ എന്താന്നോ, നല്ലൊരു സ്പോട്ട് അല്ലാത്തോണ്ടായിരിക്കും നമുക്ക് അങ്ങോട്ട് ഫ്രണ്ടിക്ക് തന്നെയാണ് പോകേണ്ടത്. ഈ സർവീസ് റോഡിൽ നിന്ന് ജസ്റ്റ് റൈറ്റ് എടുത്തിട്ട് ഹൈവേയിൽ കയറി പോകണം. മറ്റേ മരട് ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പൊ പോയിട്ട് ശ്രീനിധിനെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ. നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. അതില് പോയി കസ്റ്റമർ. ഇവിടെ ഒരു ജഡ്ജിന്റെ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്, ഇന്നോവ. അപ്പോ അതെ നമ്മളെ ട്രിപ്പ് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 140 രൂപയുടെ ട്രിപ്പ് ആയിരുന്നു. പക്ഷെങ്കില് 3.16. ഇതിലെന്താന്നോ, ഇതിൽ നമ്മൾ ടോട്ടൽ ശരിക്കും പോകേണ്ട കിലോമീറ്റർ കാണിക്കും, പോയാലും ഇല്ലെങ്കിലും. അതാണ് സംഭവം. അതിന്റെ സമയവും കാണിക്കുന്നുണ്ട്. 44 രൂപ വെച്ചൊരു കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ട്. ആകെ 1 കിലോമീറ്റർ തികച്ചു പോന്നിട്ടില്ല നമ്മള്. അപ്പൊ എന്താ വെച്ചാല് നമുക്ക് സ്ട്രൈറ്റ് പോയിട്ട് കുറച്ച് യൂട്ടേണുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഇയാള് പറഞ്ഞു ആകെ 600 മീറ്ററോളം എന്ന് പറഞ്ഞു. അപ്പൊ വേറെ എവിടുന്ന് കയറിയിട്ട് ഹൈവേന്റെ തൊട്ടപ്പുറത്ത് നിന്ന് കയറിയിട്ട് ഹൈവേ ഒന്ന് യൂട്ടേൺ അടിക്കാനാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ബാക്കൊക്കെ യൂട്ടേൺ അടിച്ചാൽ മതി, എന്നാ 600 മീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതെന്തായാലും ലാഭമായി. ആകെ 600, 1 കിലോമീറ്റർ തന്നെ കൂട്ടിക്കോ, എന്നാലും കുഴപ്പമില്ല. 3.16 കിലോമീറ്റർ ആണ് ഇതിൽ കാണിക്കണേ. അപ്പൊ ഇതിലെന്താന്നോ, ഇതിൽ നമ്മൾ കൂടുതൽ ഓടിയാലും ഇങ്ങനെ തന്നെ കയറി കാണിക്കാം. അതുകൊണ്ട് ഇപ്പൊ അത് മനസ്സിലായി. എനിക്ക് അതിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതിപ്പോ ആകെ 600 മീറ്റർ പോകുന്നതിനുള്ളൂ, എന്നിട്ട് 3.16 കിലോമീറ്റർ ഓടി എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ ഇതിലെന്താന്നോ, ബുക്ക് ചെയ്യുമ്പോ ഇതിലുള്ള മാപ്പിന്റെ കിലോമീറ്ററും അതിനനുസരിച്ചുള്ള റേറ്റ് റാപ്പിഡോയിൽ കാണിക്കണുള്ളൂ. റാപ്പിഡോയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇത് പ്രശ്നമില്ല, ഇത് നമുക്ക് ലാഭമായി. അപ്പൊ അതെ കലൂരിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അപ്പോ ഇനി നോക്കി നോക്കാം. ആദ്യം ഒരു മാച്ച് വന്നിട്ടോ, അത് കിട്ടിയില്ല നമുക്ക്. അതിന്റെ സംഭവം വന്നു. ഇതിപ്പോ ഇടുന്ന ഇത് നേരെ മുമ്പെന്ന് ആ ഭാഗത്തുനിന്ന് ഇവിടുന്നാണ് കാണിക്കുന്നത്. അപ്പൊ എന്താ, നമുക്ക് ഇതിലിങ്ങനെ പോയിട്ടേ ഒരു പാലത്തിന്റെ അടിയിൽ കൂടി പോകാൻ പറ്റും. ആ വഴിയാണ് ഇപ്പൊ കാണിക്കുന്നത്. 1 കിലോമീറ്ററിന്റെ പിക്കപ്പ് നേരെ തൊട്ടപ്പുറത്താണ്. പക്ഷെ 1 കിലോമീറ്റർ ഉണ്ട് ചുറ്റി വളഞ്ഞു വരുമ്പോത്തിന്. അപ്പൊ കുഴപ്പമില്ല, നമ്മൾ ഇത്രയും നേരം ഊബർ ഓഫ് ചെയ്തൊക്കെയല്ലേ. അപ്പൊ കുറെ നേരം പോസ്റ്റ് കിട്ടേണ്ടതാണ് ശരിക്ക്. പക്ഷെങ്കിൽ ഒരു ട്രിപ്പ് അടിച്ചാല് കുഴപ്പമില്ല. അപ്പൊ ഇതാണ് കംപ്ലീറ്റ് ചെയ്താൽ ഇത് കലൂരിലേക്കാണ്. അപ്പൊ ബ്ലോക്ക് മാറിക്കണോ ഇല്ലെന്ന് അറിയാലോ. അതിനുശേഷം പിന്നെ ഊബർ ഓടണമെങ്കിൽ ഓടാം. നോക്കട്ടെ എന്താ അവസ്ഥ നോക്കട്ടെ. നമ്മളിപ്പോഴേ ഇവിടെ വെളി ഗ്രൗണ്ടിന്റെ അവിടെ ആയിട്ടുള്ളത് ഫോർട്ട് കൊച്ചി. സമയം 10:15 നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ആയി, ഏകദേശം 1 അരമണിക്കൂറോളം ആയി ഉണ്ടാവും. ലാസ്റ്റ് ട്രിപ്പ് നമുക്ക് 9:07 കിട്ടിയതാ. ഇപ്പൊ സമയം 10:30 ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. പിന്നെ 10:30 ആയി ഇപ്പൊ സമയം. അപ്പൊ ഞാൻ ഇപ്പൊ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട് കാക്കനാട്ടിക്ക്. അപ്പൊ ഇവിടെ നിന്നിട്ട് ഇപ്പൊ ട്രിപ്പ് അടിക്കണില്ല. ഇവിടുന്ന് ഏകദേശം 22 കിലോമീറ്റർ ഉണ്ട് നമ്മളെ റൂമിലേക്ക്, 40 മിനിറ്റ്. അതിന്റെ മുമ്പ് ട്രിപ്പ് അടിക്കുമായിരിക്കും. അപ്പൊ ഊബറും റാപ്പിഡോ യാത്ര എല്ലാത്തിലും ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. കുറെ നേരം ആയിപ്പോ ഇവിടെ വന്ന് നിർത്തിയിട്ട്. ഏകദേശം ഒരു 100 മീറ്റർ ബാക്കിലാട്ടോ ആളെ ഡ്രോപ്പ് ചെയ്തതിനെ. അപ്പൊ ഇനി വണ്ടി ഓടിച്ച് പോട്ടെ. ഒരു ഹാഫ് ടാങ്ക് CNG ഉണ്ട്. ഈ ഫോർട്ട് കൊച്ചിയിലായിട്ടാണ് ട്രിപ്പ് അടിക്കാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ എറണാകുളം ആ കാക്കനാട് ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ സമയത്ത് നമുക്ക് ട്രിപ്പ് അടിക്കും. അതിപ്പോ 10:00 ആയാലും 11 ആയാലും 12 ആയാലും ട്രിപ്പ് അടിക്കും.
കാക്കനാട് റെയിൽവേ സ്റ്റേഷനൊക്കെ ഇന്ന് വെള്ളിയാഴ്ചമ്പാടാണല്ലോ, എന്തായാലും അടിക്കും. ഇതിപ്പോ ഈ ഫോർട്ട് കൊച്ചി ആകുമ്പോ ഇത് നമ്മളെ നാട് പോലെ ആയില്ലേ, ഇവിടെ മുഴുവൻ നാട്ടുകാരൊക്കെ കൂടുതൽ ഉണ്ടാവുക. എന്തായാലും ഇപ്പൊ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ആരും ഇവിടെ വന്ന റൂം എടുക്കൂലല്ലോ. അപ്പോ ഇവിടുന്ന് ട്രിപ്പ് അടിക്കാൻ ചാൻസ് കുറവായിരിക്കില്ല. എന്നിട്ട് പിന്നെ ബീച്ചിന്റെ അവിടെ പോകണം. അവിടെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയാല് അവിടുത്തെ ആൾക്കാരൊക്കെ കറങ്ങാൻ വന്നവരൊക്കെ കിട്ടും. ഇതിപ്പോ 22 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ പോവാ. പോണേക്ക് എന്തായാലും ട്രിപ്പ് കിട്ടാക്കൂല. നമ്മള് പോന്ന് ഇവിടെ ഷിപ്പ് യാർഡിന്റെ അവിടെ എത്തിയിട്ടുണ്ട്, പള്ളിമുക്ക് എത്തിയിട്ടുണ്ട്. ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല കേട്ടോ. നമ്മളിവിടെ പള്ളിമുക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോ നമുക്ക് മരട് വഴിയാണ് മാപ്പ് കാട്ടിയിട്ടുണ്ടായിരുന്നത്, കാരണം അതാണ് സിമ്പിൾ വഴി. പക്ഷെങ്കില് നമ്മളെന്തായാലും ട്രിപ്പ് എടുത്തിട്ടേ പോകണുള്ളൂ. അപ്പൊ ടൗൺ വഴി പോയാലേ ട്രിപ്പ് അടിക്കുള്ളൂ. അപ്പോ നമുക്ക് ഇവിടുന്ന് ഈ സിഗ്നലിന് റൈറ്റ് തിരിഞ്ഞാല് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തും. അവിടെ പോയിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം, ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്ത് നോക്കാം. അവിടുന്ന് ചിലപ്പോൾ ട്രിപ്പ് അടിച്ചാല് എന്തായാലും ട്രിപ്പ് എടുക്കുമ്പോ ഇനി ഫോർട്ട് കൊച്ചി ഭാഗത്തേക്കൊന്നും ട്രിപ്പ് എടുക്കണില്ല കേട്ടോ. നമ്മളാ റൂമിന്റെ അടുക്ക് കാക്കനാട് പാലാരിവട്ടം ആ ഭാഗത്തേക്കുള്ള ട്രിപ്പ് മാത്രമേ ഇനി എടുക്കുള്ളൂ. ഞാനേ വെറുതെ ഒന്ന് റെയിൽവേ സ്റ്റേഷന്റെ അകത്തൂടെ ഒന്ന് കയറി നോക്കി, അവിടെ ഒന്നും ഒരൊറ്റ ഒരാളില്ല. അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട്. ഇന്നിപ്പോ എന്താ ഇങ്ങനെ ഇവിടെ ഒന്നും ഒരൊറ്റ വണ്ടിയാളില്ല, തിരക്കില്ല അവിടെ. റെയിൽവേ സ്റ്റേഷന്റെ അകത്തും തിരക്കില്ല. അപ്പൊ ഞാൻ ഇതിൽ കൂടി റോഡുണ്ട്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൽ കൂടി വല്ലെങ്കിൽ നടന്നു പോയപ്പോ അവിടെ ആൾക്കാരും ഇല്ല, ഒന്നുമില്ല. എന്തൊക്കെയോ ഒന്ന് ഡൗൺ ആയ പോലെ. അപ്പൊ എന്തായാലും എവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് നേരെ കലൂര് ഭാഗത്ത് കൂടി അങ്ങനെ റൂമിലേക്ക് ഇങ്ങനെ വല്ല പോവാ. അതിന്റെ ഇടയ്ക്ക് ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് ഓടാ, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതൊന്നും ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഇവിടുന്ന് വണ്ടി എടുത്ത് പോയോക്കട്ടെ. നമ്മളിപ്പോ ഇവിടെ കറുകപ്പള്ളിക്ക് പോണ റോട്ടിലാട്ടുള്ളത്, ദേശാഭിമാനിയിലുള്ളത്. ഇവിടെ ഒരു മാവിൻചോട് 5 സ്റ്റാർ തട്ടുകട ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. സമയം 11:30 ആയി. ഇതുവരെ ഒരു ട്രിപ്പ് പോലും അടിച്ചില്ല, കണ്ടോ, 11:30 ആയിട്ടുണ്ട്. അപ്പൊ ഊബർ ഓഫ് ചെയ്യട്ടെ, ഇനിയിപ്പോ നടക്കൂല. ഇനിയിപ്പോ ഫുഡ് കഴിച്ചിട്ട് നോക്കി നോക്കാം. ഊബർ ഒരു അപ്ഡേഷൻ കിടക്കുന്നുണ്ട്. ഇനി അതുകൊണ്ട് ഏനോ അറിയില്ല, ഇത് ഓട്ടോമാറ്റിക് അപ്ഡേഷൻ ചെയ്യണോ? അത് ചെയ്താലേ ഇപ്പൊ ഇനി പരിപാടി നടക്കുള്ളൂ. ഇനി അപ്ഡേഷൻ ചെയ്യാത്തതുകൊണ്ട് ട്രിപ്പ് അടിക്കാത്ത ആവും. അവിടുന്ന് ഇത്രയും പോകുന്നില്ല, നമ്മള് തോപ്പുംപടിന്ന് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിന്റെ അവിടെ നിന്ന് പോയിരുന്നേ, ഇതുവരെ ട്രിപ്പ് അടിക്കാണ്ട്. ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഫുഡ് ആയിക്കോട്ടെ പോയിട്ട്. അങ്ങനെ നമ്മള് ഒരു 1:30 സമയം ഇപ്പോ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി അടിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. നമ്മള് നാളെയും മറ്റന്നാളും ലീവാണ്. നാളെ ഓടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നാളെയും മറ്റന്നാളും ലീവാണ്, കുറച്ച് പരിപാടികളുണ്ട്. അതിനുശേഷം നമുക്ക് 2 ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടല് 1520 ആയി, 9 ട്രിപ്പ്. അപ്പോ 3 ട്രിപ്പ് അടിച്ചിട്ടോ. ഒന്ന് ലാസ്റ്റ് ഒന്ന് ക്യാൻസൽ ആയതുകൊണ്ട് ആദ്യം നമുക്ക് അടിച്ചത് 253 രൂപയാണ്. 320 ടോട്ടൽ വാങ്ങിയത്. അത് നമ്മളെ കുഴിവേലിപ്പടിക്കൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ഉടനെ എത്തുന്നതിന്റെ ഒരു 200 മീറ്റർ മുമ്പേ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു, വാഴക്കാലക്ക്. ഇതും എത്തുന്നതിന് മുമ്പ് അടിച്ചതാണ് ഈ ട്രിപ്പ്, റിസർവേഷൻ ട്രിപ്പ് ആയിരുന്നത്. ഇത് നമുക്ക് ലാഭമായിക്കണം, 56 രൂപ. ആദ്യം നമുക്ക് JLN സ്റ്റേഡിയത്തിന്റെ അടിയിൽ നിന്നാണ് നമുക്ക് പിക്കപ്പ് കിട്ടിയത്. ഒരു അമ്മയും മോനും തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ കഴിഞ്ഞു പോയി, പിന്നെ യൂട്ടേൺ അടിച്ചിട്ട് വന്ന്. അപ്പോൾ അത് പിക്ക് ചെയ്തിട്ട് നേരെ പോയി. അവിടേക്ക് പോകാൻ നേരത്തെ തന്നെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ശരിക്കും അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാനത് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് വരാനൊക്കെ കരുതി. പിന്നെ അവിടെ എത്തിയ ഉടനെ വാഴക്കാലക്ക് നമ്മൾ അടുത്ത് തന്നെയാണല്ലോ, അതുകൊണ്ട് എടുത്തു. അത് എടുത്തപ്പോൾ പിന്നെ വാഴക്കാലിന്റെ ട്രിപ്പ് നമ്മൾ ഏകദേശം ഡ്രോപ്പ് ചെയ്യുന്ന സമയമായപ്പോഴത്തേന് നമ്മൾ കൈവിടൽ തുടങ്ങി, ഉറക്കം വരൽ തുടങ്ങി. അപ്പൊ ഇതിന് അടുത്ത ട്രിപ്പ് അടിച്ചു റിസർവേഷന്. ഞാൻ ഊബർ ഓഫ് ചെയ്യാൻ നിൽക്കായിരുന്നു, പോകുമ്പോൾ തന്നെ അടുത്ത് അടിക്കാൻ. അപ്പൊ റിസർവേഷൻ ട്രിപ്പ് വന്നു. അപ്പൊ നമ്മൾ അക്സെപ്റ്റ് റേറ്റ് പോവുമല്ലോ. ഞാൻ എന്തായാലും പോകാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് എടുത്തിട്ടു. പക്ഷെങ്കിൽ അത് ഇവരെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് ആളെ ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് എന്തായി, നമുക്ക് അതിന് 56 രൂപ കിട്ടി. അത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല 56. ഞാൻ അപ്പോഴാണ് കാണുന്നത് 56. കാരണം നമ്മൾ മറ്റേ ആളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ ക്യാൻസൽ ചെയ്തപ്പോൾ ആ റിസർവേഷൻ ട്രിപ്പ് നമുക്ക് പാടിയോട്ടത്തിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. അപ്പൊ അങ്ങോട്ട് ഓൺ ദ വേ ആണല്ലോ. അതുകൊണ്ട് ഊബറിന്റെ പോയി ചിലപ്പോൾ അത് എടുക്കാൻ പോവാന്നായിരിക്കും. അല്ല, ഊബറിന്റെ കീഴിൽ തന്നെയാണല്ലോ മറ്റേ ട്രിപ്പ് ഓടുന്നത്. എന്താ അറിയില്ല, എന്തായാലും നമുക്ക് 56 രൂപ കിട്ടിയിട്ടുണ്ട്. ആ റിസർവേഷൻ ബുക്ക് ചെയ്ത ആൾക്ക് നല്ല പൈസ പോയിട്ടുണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ പരിപാടി നിർത്തി. 1:34 ആയിട്ടുണ്ട്. 1520 രൂപ കടന്നു ഓടിയത്. 7 മണിക്കൂറും 5 മിനിറ്റും, 9 ട്രിപ്പ്. അതില് നമ്മൾ ഓടിയത് CNG അടിച്ചിട്ട് ഒരു 107 കിലോമീറ്റർ ഓടി. അതിൽ 4 അട്ടിമ്പാടുണ്ട്, രാത്രി ആയതുകൊണ്ട് നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ട്. ബിയിൽ 129 കിലോമീറ്റർ ആണ് ഓടിയത്. അത് 0 ആക്കിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഇനി തിങ്കളാഴ്ച കാണാം.